പുറക്കപ്പുറത്ത് ഞങ്ങൾ വഞ്ചിയിലാണ് ശിവരാത്രി കാണാൻ പോകുന്നത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ പാലം അന്ന് വളരെ റിസ്ക് എടുത്ത് തന്നെ ഗവൺമെൻറ് അത് പൈസ സമ്മർദ്ദം ചെലുത്താൻ. അതുകൂടാതെ ഇന്ന് ഞങ്ങൾ ശിവരാത്രിയായിട്ട് ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഒരു സന്തോഷത്തിന് ഞങ്ങൾ ഹൈമാസ് ലൈറ്റ് ഇവിടെ MLA ഫണ്ട് നൽകുക. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ജനങ്ങൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് അടുക്കുന്നതായി കാണുന്നുണ്ട്, എല്ലാ മതവിശ്വാസികളും. ആലുവയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇത്രയും തിരക്കുണ്ട്, ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ശിവരാത്രിയെ പറ്റിയുള്ള ഓർമ്മകൾ, ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ശിവരാത്രിക്ക് വരുമ്പോൾ ബാല്യകാലത്തിലൊക്കെ പോകും. കാരണം അപ്പുറത്ത് ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറമാണ്, ഈ പുഴക്കപ്പുറമാണ്. പുഴക്കപ്പുറത്ത് ഞങ്ങൾ വഞ്ചിയിലാണ് ശിവരാത്രി കാണാൻ പോകുന്നത്. ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓരോ തവണ ശിവരാത്രിക്ക്, പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം അങ്ങനെ നമ്മളിങ്ങോട്ട് വരാനുള്ള ബന്ധുക്കളും കാരണന്മാരൊക്കെ ഒരുമിച്ചാണല്ലോ വരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ MLA നിൽക്കുകയാണ്, 3ാം വട്ടം MLA ആണ്. അപ്പോൾ സാധാരണ എല്ലാ വർഷത്തെപ്പോഴും ഞങ്ങളിപ്പോൾ ഇവിടെ ചെയർപേഴ്സണുണ്ട്, മറ്റ് കൗൺസിലർമാരുണ്ട്, ദേവസ്വത്തിൻ്റെ ഓഫീസർമാർ. ഞങ്ങൾ അവസാനഘട്ട ഒരു വിലയിരുത്തലും എന്തൊക്കെയാണ് വേണ്ടത്, ഇനി എന്തെങ്കിലും ചെയ്യാറുണ്ടോ, പോരായ്മയുണ്ടോ, ഇതൊക്കെ വിലയിരുത്താനാണ് ഞങ്ങൾ വന്നത്. അതുകൂടാതെ ഇന്ന് ഞങ്ങൾ ശിവരാത്രിയായിട്ട് ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഒരു സന്തോഷത്തിന് ഞങ്ങൾ ഹൈമാസ് ലൈറ്റ് ഇവിടെ MLA ഫണ്ട് നൽകുക. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഉണ്ട് ഉദ്ഘാടനം. എന്തായാലും ശിവരാത്രി എന്ന് വെച്ചാൽ നമുക്ക് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ ആ പാലം കണ്ട, ആ പാലം ഇപ്പോൾ 10 വർഷമായി. 10 വർഷമായി. അതന്നെ, അത് ലാൻഡ്മാർക്ക് എന്ന് വെച്ചാൽ പണ്ട് ആ പാലത്തിൽ അവിടെ നിന്ന് വരുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് വഞ്ചിക്കാൻ അപ്പുറന്ന് വന്നത്. പിന്നീട് മുനിസിപ്പാലിറ്റി ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ MLA വരുന്ന സമയത്തും ഫസ്റ്റ് MLA വരുന്ന സമയത്തും അവിടെ മറ്റേ പാലമായിരുന്നു, താൽക്കാലിക പാലം. ആ താൽക്കാലിക പോലും വഞ്ചി എന്ന് പറയുമ്പോഴൊക്കെ ഈ ഫസ്റ്റ് ദിവസം ഭയങ്കര ക്രൗഡാണല്ലോ ഈ ഭക്തജനങ്ങൾ മുമ്പ്. സത്യം പറഞ്ഞാൽ മുനിസിപ്പൽ അധികൃതരും പോലീസ് ഉൾപ്പെടെ റവന്യൂ ഉൾപ്പെടെ എല്ലാവരും ടെൻഷനിലായിരിക്കുള്ളൂ. കാരണം പാലം എന്ന് വെച്ചാൽ നമ്മൾ കുറ്റിയടിച്ച് എന്തിനും അപകടം ഏത് സമയത്തുണ്ടാവാം, ഉറപ്പില്ല. വഞ്ചി എന്നറിയില്ല, വെള്ളം ഭയങ്കര റിസ്ക് എടുത്താൽ പോകണം. അവിടെ നിന്നാണ് ഇങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് നിരന്തരമായ ആളുകൾ ആവശ്യപ്പെട്ടു ഒരു പെർമനന്റ് പാലം വേണം. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ പാലം അന്ന് വളരെ റിസ്ക് എടുത്ത് തന്നെ ഗവൺമെൻറ് അത് പൈസ സമ്മർദ്ദം ചെലുത്താൻ സഭയിലൊക്കെ അവതരിപ്പിച്ചു. ഗവൺമെൻറ് അടുത്ത് പറഞ്ഞ് ഈ പാലം എന്ന് വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഭക്തജനങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ, ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു ടെൻഷനും, ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പാലത്തിൽ. അത് കാണുമ്പോൾ ഒരു സംതൃപ്തിയും സന്തോഷമുണ്ട്. ഇന്നത് 10 വർഷം തികയാണ് പാലം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ നല്ലത് ദേവസ്വത്തിൻ്റെ പറയുന്നു, ഈ മുനിസിപ്പാലിറ്റി, പോലീസ്, റവന്യൂ, മറ്റേ എല്ലാ ഞങ്ങൾ ഇതിൻ്റെ കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി കളക്ടർ സ്ഥാനത്ത് യോഗം കൂടി ഉണ്ടായിരുന്നു, പോലീസിൻ്റെ യോഗം കൂടി ഉണ്ടായിരുന്നു. അപ്പം ബാക്കി ഒരുക്കങ്ങൾ പിന്നാലും എല്ലാ വർഷത്തെ പോലെ ഭംഗിയായി തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്ന് ബലിതർപ്പണം നടത്തി പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് അനുഭവം. അതെ, അപ്പോൾ ഈ വർഷങ്ങൾ കഴിയുന്തോറും ഇവിടുത്തെ തിരക്ക് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, ഈ വിശ്വാസം അങ്ങ് വലുതായി വരികയാണ്. അത് നമുക്കിപ്പോൾ ഞങ്ങളിവിടെയൊക്കെ ഇപ്പോൾ തിരുവനാനക്കുള്ള അമ്പലമുണ്ട്, കാഞ്ഞൂർ പള്ളി, ഫൊറോന പള്ളി വലിയ തിരുനാളാണ്. അങ്ങനെ ഞാനിതൊക്കത്തിലും പങ്കാളിയാവുന്നതാണ്. ഈ ജനങ്ങൾ കൂടുതൽ ദൈവത്തിനോട് അടുക്കുകയാണ്, ഭക്തിയിലേക്ക് അടുക്കുകയാണ്. എന്താ അത് ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഓരോ വർഷവും ശിവരാത്രി മണപ്പുറത്തെ ആളുകൾ ബലിതർപ്പണവും മറ്റ് കർമ്മങ്ങൾക്ക് വരാൻ, ഇപ്പം അതിനു മുമ്പ് ഈ ശിവന്റെ അമ്പലത്തിൽ നിന്ന് തൊഴാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് അടുക്കുന്നതായി കാണുന്നുണ്ട്, എല്ലാ മതവിശ്വാസികളും. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നമ്മളെ ഇപ്പം ഏത് വിശ്വാസികളുടെയും പെരുന്നാളോ ഇതൊക്കെ വരുമ്പോൾ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിനോട് അനുഭവം പഠിപ്പിക്കുക, അതിലൊരു പങ്കാളിയാവും. പ്രത്യേകിച്ച് ആലുവ അതിലൊരു മുഖമുദ്ര. ഇപ്പം ഇവിടെ ശിവരാത്രിക്ക് വരുന്നത് ബലിതർപ്പണത്തിന് വരുന്നു ഭക്തജനങ്ങൾ. അതുകൂടാതെ തന്നെ എല്ലാ മതവിശ്വാസികളും പിന്നെ ഒരു മാസത്തെ കാലം ഇവിടെ. നിങ്ങളുടെ ആദ്യമായിട്ടല്ലേ ഇവിടെ ശിവരാത്രിക്ക് വന്നെ അല്ലേ? ഫസ്റ്റ് അല്ലേ? നിങ്ങളുടെ ചാനലും ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇവിടെ ശിവരാത്രി. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കി, ഇനി വ്യാപാരമേളയുണ്ട്, അതൊരു മാസക്കാലം നീണ്ടുവെക്കും. ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക്, അതുപോലെ തന്നെ മറ്റുള്ള മുനിസിപ്പാലിറ്റിയുടെ കലാപര ദൃശ്യോത്സവം പരിപാടികൾ 10 ദിവസം നീണ്ടു. അങ്ങനെ വിവിധ പരിപാടികളൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് വലിയ സന്തോഷത്തോടെ പോകാൻ പറ്റും. അത് എല്ലാ മതസമൂഹവും എല്ലാ ആളുകളും വരും. ഇവിടെ തന്നെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസം എല്ലാവരും, ആലുവക്കാർ മാത്രമല്ല ഒത്തിരി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിൽ ഞങ്ങളൊക്കെ എല്ലാ വർഷവും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്.
ശിവരാത്രിയുടെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? ആക്ച്വലി ഞാനൊരു 15 വർഷമായിട്ടാണ് കൗൺസിലുള്ളത്. അപ്പോൾ 15 വർഷം ഈ ശിവരാത്രി ഇങ്ങനെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് ആലുവ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു പരിപാടിയാണ് ശിവരാത്രി. അപ്പോൾ ഞങ്ങൾ അമ്യൂസ്മെൻറ്റ് പാർക്കും പിന്നെ വ്യാപാരമേളയൊക്കെ വെച്ച് ഈ പരിപാടി അതിഗംഭീരമായിട്ട് നടത്തേണ്ടതാണ് നമ്മുടെ മെയിൻ ഉത്തരവാദിത്തം. ഈ തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കി MLA കൂടെയും ബാക്കി കൗൺസിലേഴ്സൊക്കെ വന്ന് ഈ ഇത് ഓക്കെയാണോ സെറ്റിൽഡ് ആയോ എന്നൊക്കെ നോക്കി അടുത്ത ദിവസം നാളെ ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ തുടങ്ങും. നിങ്ങളുടെ വിഭാഗങ്ങളുണ്ട്, അതിൻ്റെ ഉദ്ഘാടനങ്ങൾ തുടങ്ങി വൈകുന്നേരത്തോടു കൂടി ഇവിടെ മുനിസിപ്പൽ കൗൺസിൽ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ചടങ്ങിലേക്ക് ഞങ്ങൾ രാത്രി ഹോൾ ടൈം ഇവിടെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഇവിടെ അതിഗംഭീരമായിട്ട്. അതെ, ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും? ഇല്ല, ഇന്ന് രാത്രിയില്ല, നാളെ രാത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പം നാളെ നിങ്ങൾ ആ പരിപാടിയായിട്ട് തുടങ്ങും. കാലത്ത് തന്നെ ഇവിടെ പല മീഡിയ ഇതൊക്കെ ഉദ്ഘാടനങ്ങൾ ചെയ്യും. അത് കഴിയുമ്പോൾ വൈകുന്നേരത്തോടു കൂടി 5:30 മണിക്ക് മുനിസിപ്പൽ ഹൗസ് ഇവിടെ ഉണ്ട്, അത് ഉദ്ഘാടനം ചെയ്ത് അവിടെ കൗൺസിൽ കൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് വരുന്ന പബ്ലിക്കിന് അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി അന്നേ ദിവസം ഹോൾ നൈറ്റ് അവിടെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കൗൺസിൽ കൂടും. അങ്ങനത്തെ ഒരു ഓക്കെ.